Hello students, welcome to another video of Basic Mechanical Engineering. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ഡീസൽ സൈക്കിൾ എന്നൊരു പോർഷനാണ്. ഡീസൽ സൈക്കിൾ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഓട്ടോ സൈക്കിളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പെട്രോൾ എഞ്ചിൻസിൻ്റെ ബേസിക് സൈക്കിളിനെയാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ ഡീസൽ എഞ്ചിൻസിൻ്റെ ബേസിക് സൈക്കിളിനെയാണ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. Diesel cycle is a thermodynamic cycle which is the theoretical basis of diesel engine. Next one, it is also known as constant pressure cycle. ഡീസൽ സൈക്കിളിനെ പറയുന്ന മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നുള്ളത്. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീസൽ സൈക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ് 4 പ്രോസസ്സസ്. ഇതിനു മുന്നേ നമ്മൾ ഡീൽ ചെയ്ത ഓട്ടോ സൈക്കിളിലും അതേപോലെ കാർനോട്ട് സൈക്കിളിലും ഉള്ളതുപോലെ 4 പ്രോസസ്സുകൾ തന്നെയാണ് ഡീസൽ സൈക്കിളിലും ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഐസെൻട്രോപിക് കംപ്രഷൻ, സെക്കൻഡ് വൺ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ്, തേർഡ് വൺ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആൻഡ് ഫോർത്ത് വൺ കോൺസ്റ്റന്റ് വോളിയം കൂളിംഗ്. സോ ഇതിനു മുന്നേ നമ്മൾ ഡീൽ ചെയ്ത ഓട്ടോ സൈക്കിളിലെ 4 പ്രോസസ്സുകളും ഇവിടെയുള്ള ഡീസൽ സൈക്കിളിലെ 4 പ്രോസസ്സുകളും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഓട്ടോ സൈക്കിളിലെ ഫസ്റ്റ് പ്രോസസ്സ് ഐസെൻട്രോപിക് കംപ്രഷൻ തന്നെയാണ്. അതേപോലെ തേർഡ് പ്രോസസ്സും ഐസെൻട്രോപിക് എക്സ്പാൻഷൻ തന്നെയാണ്. അതേപോലെ ഫോർത്ത് പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയം കൂളിംഗ് തന്നെയാണ്. അതേസമയം ഈ ഹീറ്റിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഓട്ടോ സൈക്കിളിൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് ആയിരുന്നു. അതേസമയം ഡീസൽ സൈക്കിളിൽ അത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണ്. സോ ഈ ഒരു കാര്യത്താലാണ്, അതായത് ഹീറ്റിംഗ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഡീസൽ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതേസമയം ഓട്ടോ സൈക്കിളിൽ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഓട്ടോ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾക്കിനി ഈ ഓരോ പ്രോസസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ to 2 ഐസെൻട്രോപിക് കംപ്രഷൻ. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് 1ഉം ഫൈനൽ സ്റ്റേറ്റ് 2 ആണ്. ഈ ഒരു പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. സോ ആദ്യം നമുക്ക് എന്താണ് ഐസെൻട്രോപിക് പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ് ഒരു പ്രോസസ്സ് ഐസെൻട്രോപിക് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനായിട്ട് പാടില്ല. അതായത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയോ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ 1 to 2 പ്രോസസ്സിൻ്റെ സമയത്ത് ഫ്രിക്ഷൻ എന്നുള്ളത് ആബ്സെൻ്റ് ആയിരിക്കണം. സോ ഈ 2 പോയിന്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് 1 to 2 പ്രോസസ്സ് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് ആകാനുള്ള കാരണം. സോ ഈ 2 കാര്യങ്ങളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്. അതേപോലെ ഇറ്റ്സ് എ ഫ്രിക്ഷൻലെസ് പ്രോസസ്സ്. നെക്സ്റ്റ് പോയിന്റ്, എയർ ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപിക്കലി ഫ്രം സ്റ്റേറ്റ് 1 to സ്റ്റേറ്റ് 2. ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ടുള്ള 1ൽ നിന്നും ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടുള്ള 2ലേക്ക് എയർ ഐസെൻട്രോപിക്കലി കംപ്രസ് ചെയ്യപ്പെടുകയാണ്. ഇനി നമ്മൾക്ക് ഇവിടെയുള്ള പ്രോപ്പർട്ടി ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡ്യൂറിങ് ദിസ് പ്രോസസ് പ്രഷർ ഇൻക്രീസസ് ഫ്രം P1 to P2. നമുക്കറിയാം ഇതൊരു കംപ്രഷൻ പ്രോസസ്സാണ്. സോ പ്രഷർ എന്നുള്ളത് ഇനിഷ്യൽ പ്രഷറിൽ നിന്നും ഫൈനൽ പ്രഷറിലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടണം. സോ പ്രഷർ എന്നുള്ളത് P1ൽ നിന്നും P2ലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടും. ഇനി വോളിയം ഡിക്രീസസ് ഫ്രം V1 to V2. നമുക്കറിയാം ഇതൊരു കംപ്രഷൻ പ്രോസസ്സാണ്. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്യപ്പെടണം. അതാണ് V1ൽ നിന്നും V2ലേക്ക് വോളിയം ഡിക്രീസ് ചെയ്യപ്പെട്ടത്. ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം T1 to T2. നമുക്കറിയാം കംപ്രഷൻ്റെ സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം കുറയുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ഈ ഒരു കാര്യങ്ങളാണ് ഐസെൻട്രോപിക് കംപ്രഷനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് പ്രോസസ് 2 to 3 ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ്. ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്താണ് ഹീറ്റ് സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. സോ 2 to 3 പ്രോസസ്സിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ഇവിടെയുള്ള പ്രോപ്പർട്ടി ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രോസസ്സ് ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് ഇനിഷ്യൽ പ്രഷറായിട്ടുള്ള P2ഉം ഫൈനൽ പ്രഷറായിട്ടുള്ള P3യും ഈക്വൽ ആയിട്ട് വരണം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ P2 = P3 എന്നുള്ളതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ടെമ്പറേച്ചറിലും വോളിയത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡ്യൂറിങ് ദിസ് പ്രോസസ് എയർ ഈസ് ഹീറ്റഡ് ഫ്രം ടെമ്പറേച്ചർ T2 to T3. നമുക്കറിയാം ഇതൊരു ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ ടെമ്പറേച്ചർ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യപ്പെടും. T2ൽ നിന്ന് T3യിലേക്കാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇവിടെ പ്രഷർ എന്നുള്ളതല്ല വോളിയം എന്നാണ് എഴുതേണ്ടത്. സോ വോളിയം ഇൻക്രീസസ് ഫ്രം V2 to V3. വോളിയം എന്നുള്ളത് V2ൽ നിന്ന് V3യിലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. കാരണം ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയവും ഇൻക്രീസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് പ്രോസസ് 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോസസ്സും ഐസെൻട്രോപിക് ആയതുകൊണ്ട്
ഇവിടെയും ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയോ ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അതേപോലെ ഫ്രിക്ഷൻ എന്നുള്ളത് ആബ്സെൻറ്റും ആയിരിക്കും. സോ ആ ഒരു പോയിന്റുകളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഇറ്റ്സ് എ ഫ്രിക്ഷൻലെസ് പ്രോസസ്. എയർ ഈസ് എക്സ്പാൻഡഡ് ഐസെൻട്രോപ്പിക്കലി ഫ്രം സ്റ്റേറ്റ് 3 ടു സ്റ്റേറ്റ് 4. ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് 3 ആണ്, അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് 4 ആണ്. സോ 3 to 4ലേക്ക് എയർ ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ് നോക്കാം. ഇതൊരു എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് പ്രഷർ എന്നുള്ളത് ഡിക്രീസ് ചെയ്യപ്പെടുകയും വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഡ്യൂറിങ് ദിസ് പ്രോസസ് പ്രഷർ ഡിക്രീസസ് ഫ്രം P3 ടു P4. P3യിൽ നിന്ന് P4ലേക്ക് പ്രഷർ ഡിക്രീസ് ചെയ്യപ്പെടുന്നു. വോളിയം ഇൻക്രീസസ് ഫ്രം V3 ടു V4. വോളിയം എന്നുള്ളത് V3യിൽ നിന്നും V4ലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടും. നമുക്കറിയാം ഇവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ ദ ടെമ്പറേച്ചറും ഇവിടെ ഡിക്രീസ് ചെയ്യപ്പെടണം. ആൻഡ് ടെമ്പറേച്ചർ ഡിക്രീസസ് ഫ്രം T3 ടു T4. നെക്സ്റ്റ് പ്രോസസ് 4 to 1 കോൺസ്റ്റന്റ് വോളിയം കൂളിംഗ്. ഈ ഒരു പ്രോസസ്സിന്റെ സമയത്താണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് റിജക്റ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഇനി നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം കൂളിംഗ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വോളിയം ഇനിഷ്യൽ വോളിയം V4ഉം അതേപോലെ ഫൈനൽ വോളിയം V1ഉം ഈക്വൽ ആയിട്ട് വരും. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾക്ക് പ്രഷറിലും ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് നോക്കാം. ഡ്യൂറിങ് ദിസ് പ്രോസസ് എയർ ഈസ് കൂൾഡ് ഫ്രം ടെമ്പറേച്ചർ T4 ടു T1. ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്, കാരണം ഇതൊരു കൂളിംഗ് പ്രോസസ്സാണ്. സോ ഇനിഷ്യൽ ടെമ്പറേച്ചർ T4ൽ നിന്നും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് ഫൈനൽ ടെമ്പറേച്ചർ T1ലേക്ക് എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രഷറിലുള്ള ചേഞ്ചസ് നോക്കാം. പ്രഷർ ഡിക്രീസസ് ഫ്രം P4 ടു P1. ഇവിടെ ഇൻക്രീസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ ഡിക്രീസസ് നോക്കുക, കാരണം ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. അതുമാത്രമല്ല ഇതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് കൂടിയാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രഷറും ഡിക്രീസ് ചെയ്യപ്പെടണം. സോ പ്രഷർ ഡിക്രീസസ് ഫ്രം P4 ടു P1. സോ ഈ ഒരു ചേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾക്ക് ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രവും നോക്കാം. ഈ കാണുന്നതാണ് PV ഡയഗ്രാം, ഈ കാണുന്നതാണ് TS ഡയഗ്രാം. ആദ്യം നമ്മൾക്ക് PV ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു PV ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിസിൽ വോളിയം Vയും അതേപോലെ Y ആക്സിസിൽ പ്രഷർ P ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിട്ടുള്ള 1 മാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് 1 എന്നുള്ള പോയിന്റ്. അത് നമ്മൾ റാൻഡം ആയിട്ട് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം നമുക്ക് മാർക്ക് ചെയ്യാം, അത് V1 ആണ്. അതേപോലെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ P1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടത് 2 എന്നുള്ള പോയിന്റ് ആണ്. അതിനുവേണ്ടി നമുക്കറിയാം 1 to 2 പ്രോസസ്സ് ഒരു ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ്. സോ ഇതൊരു ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് വോളിയം ഡിക്രീസ് ചെയ്യപ്പെടുകയും പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ നമ്മൾ V1ൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും V2 വരുന്നത്, കാരണം V1നേക്കാൾ ചെറുതായിരിക്കും V2. സോ ഈ ഒരു ഭാഗത്തായിട്ട് V2 മാർക്ക് ചെയ്യാം, V2. അതേപോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് P1ൻ്റെ മേൽഭാഗത്ത് ഈ ഒരു പോയിന്റ് ആയിരിക്കും P2 എന്ന് വരുന്നത്. നമ്മൾ റാൻഡമായിട്ട് മാർക്ക് ചെയ്യുന്നതാണ്, P2 ഇവിടെ വരും. അതിനുശേഷം ഈ P2ൽ നിന്ന് ഹോറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ V2ൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനുകൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും 2 എന്നുള്ള പോയിന്റ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് 2 മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം 1ഉം 2ഉം തമ്മിൽ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ രീതിയിലാണ് 1 to 2 പ്രോസസ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് 3 എന്നുള്ള പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം 2 to 3 പ്രോസസ്സ് ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ 3യിലെ പ്രഷറും 2യിലെ പ്രഷറും സെയിം ആയിട്ട് വരും. സോ P2 തന്നെയായിരിക്കും P3. സോ 3യിലെ പ്രഷറായിട്ടുള്ള P3 P2ൽ തന്നെ മാർക്ക് ചെയ്യുക, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് 3യിലെ വോളിയം മാർക്ക് ചെയ്യണം. നമുക്കറിയാം ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആയതുകൊണ്ട് ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ V2വിനേക്കാൾ വലിയൊരു വോളിയം ആയിരിക്കും V3. സോ ഈ ഒരു ഭാഗത്തായിട്ട് V3 നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഈ രീതിയിൽ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയവും പ്രഷറും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു P3യിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ V3യിൽ നിന്ന് വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് രണ്ടും എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും 3 എന്നുള്ള പോയിന്റ് വരുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം 2ൽ നിന്ന് 3യിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, അത് 2 to 3 പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 4 എന്നുള്ള പോയിന്റ് ആണ്. നമുക്കറിയാം 4 എന്നുള്ള പോയിന്റിലെയും 1ലെയും വോളിയം സെയിം ആണ്, കാരണം നേരത്തെ പറഞ്ഞതാണ് 4 to 1 ഒരു കോൺസ്റ്റന്റ് വോളിയം കൂളിംഗ് പ്രോസസ്സാണ്. സോ 4ലെയും 1ലെയും വോളിയം സെയിം തന്നെയായിരിക്കും. സോ
V4 V1 ഒരേ പോയിന്റിലായിരിക്കും വരുന്നത്. സോ 4ലെ വോളിയം നമ്മൾക്ക് ഈ ഒരു പോയിന്റിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 4ലെ പ്രഷറാണ്. നമുക്കറിയാം 3 to 4 പ്രോസസ് ഒരു ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. സോ 3ൽ നിന്നും 4ലേക്ക് പോകും തോറും പ്രഷർ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പ്രഷർ P4 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ P4ൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം V4ൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കാം. അത് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും 4 എന്നുള്ള പോയിന്റ്. അതിനുശേഷം 3ൽ നിന്ന് 4ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അവസാനമായി 4ൽ നിന്ന് 1ലേക്കും ഒരു ലൈൻ വരയ്ക്കുക. സോ ഈ രീതിയിൽ 3 to 4 പ്രോസസ്സും 4 to 1 പ്രോസസ്സും നമുക്ക് PV ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് TS ഡയഗ്രമാണ്. TS ഡയഗ്രത്തിൽ X ആക്സിസിൽ എൻട്രോപ്പിയും Y ആക്സിസിൽ ടെമ്പറേച്ചറുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ റാൻഡം ആയിട്ട് 1 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി S1 ആയിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ T1 ആയിട്ടും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് 2 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. നമുക്കറിയാം 1 to 2 പ്രോസസ്സ് എന്നുള്ളത് ഒരു ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ്. സോ ഇതൊരു ഐസെൻട്രോപിക് പ്രോസസ്സ് ആയതുകൊണ്ട് 2വിലെ എൻട്രോപ്പി 1ലെ സെയിം എൻട്രോപ്പി തന്നെയായിരിക്കും. സോ S1 = S2 ആണ്. ഇനി കംപ്രഷന്റെ സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ T1ന്റെ മേൽഭാഗത്ത് ഈ ഒരു പോയിന്റ് ആയിരിക്കും T2 വരുന്നത്. സോ ഈ രീതിയിൽ നമ്മൾക്ക് 2 പോയിന്റുകൾ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യാം, S2ഉം T2ഉം. അതിനുശേഷം T2വിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം S2വിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. ഇത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും 2 എന്നുള്ള പോയിന്റ് വരുന്നത്. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടത് 3 എന്നുള്ള പോയിന്റ് ആണ്. അതിനുവേണ്ടി നമ്മൾക്ക് S3യും T3യും മാർക്ക് ചെയ്യണം. നമുക്കറിയാം 2 to 3 പ്രോസസ്സ് ഒരു ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ S2വിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിരിക്കും S3 വരുന്നത്. ഇനി നമുക്കറിയാം ഇതൊരു ഹീറ്റിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ചെയ്യപ്പെടും. സോ T2വിൻ്റെ മേൽഭാഗത്ത് ഈ ഒരു ഭാഗത്തായിരിക്കും T3 വരുന്നത്. ഇതിനുശേഷം T3യും S3യും തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുക. അതെവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും 3 എന്നുള്ള പോയിന്റ് വരുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം 2 to 3 ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 4 എന്നുള്ള പോയിന്റ് ആണ്. നമുക്കറിയാം 3 to 4 പ്രോസസ്സ് ഒരു ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. സോ ഐസെൻട്രോപിക് പ്രോസസ്സ് ആയതുകൊണ്ട് 3ലെയും 4ലെയും എൻട്രോപ്പി സെയിം ആയിരിക്കണം. സോ S3 = S4 ആയിരിക്കും. ഇനി നമുക്ക് T4 എന്നുള്ള പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതൊരു ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ വീണ്ടും ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ T3ക്ക് താഴെയായിരിക്കും T4 വരുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് T4 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ T4ൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അതേപോലെ S3 അല്ലെങ്കിൽ S4ൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈനും മാർക്ക് ചെയ്യുന്നു. ഇതെവിടെയാണോ ഈ 2 ലൈനുകളും മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും 4 എന്നുള്ള പോയിന്റ് വരുന്നത്. അതിനുശേഷം 3 to 4 മാർക്ക് ചെയ്യുക. അതിനുശേഷം 4 to 1 മാർക്ക് ചെയ്യുക. സോ ഈ രീതിയിൽ നമുക്ക് TS ഡയഗ്രവും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ഡീസൽ സൈക്കിൾ എഫിഷ്യൻസി എന്നൊരു പോർഷനാണ്. ഇവിടെ നമ്മൾക്ക് ഡീസൽ സൈക്കിൾ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഡീസൽ സൈക്കിൾ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ എഴുതാം. ഡീസൽ സൈക്കിൾ എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റ ഡീസൽ എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈറ്റ ഡീസൽ = ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. സോ ഈ ഒരു ഇക്വേഷനിലുള്ള ഹീറ്റ് സപ്ലൈഡിനും ഹീറ്റ് റിജക്റ്റഡിനുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് ഡീസൽ സൈക്കിൾ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾക്ക് ഹീറ്റ് സപ്ലൈഡിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റിംഗ് നടക്കുന്നത് 2 to 3 പ്രോസസ്സിലാണ്. നമുക്കറിയാം 2 to 3 പ്രോസസ്സ് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൻ്റെ ഹീറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഇക്വേഷനാണ് mCp ΔT. ഞാൻ ഇക്വേഷൻ എഴുതാം, mCp ΔT അല്ലെങ്കിൽ dt. ഇതിൽ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എയർ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ്, CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ, DT എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഇവിടെ നമ്മൾക്ക് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് ആയതുകൊണ്ട് ഈ ഇക്വേഷനാണ് ഹീറ്റ് സപ്ലൈഡിന് വേണ്ടി ഉപയോഗിക്കുക. സോ നമുക്ക് ഇക്വേഷൻ ഈ രീതിയിലായിരിക്കും വരാം, mCp ഇൻറ്റു ഇവിടെ 2 to 3 പ്രോസസ്സിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T3 മൈനസ് T2 ആയിരിക്കും. കാരണം ഹീറ്റിംഗ് ആണ്. സോ ഫൈനൽ ടെമ്പറേച്ചർ T3 ആയിരിക്കും വലുത്. അതേസമയം ഇനിഷ്യൽ ടെമ്പറേച്ചർ T2 T3യേക്കാൾ ലോവർ ആയിരിക്കും. സോ T3 മൈനസ് T2 എന്നുള്ള രീതിയിലാണ് നമുക്ക് 2 to 3 പ്രോസസ്സിലെ ഹീറ്റ് സപ്ലൈഡിനുള്ള ഇക്വേഷൻ വരുന്നത്. സോ ഹീറ്റ് സപ്ലൈഡിന് പകരം ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഹീറ്റ് റിജക്റ്റഡിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഡീസൽ സൈക്കിളിൽ കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് 4 to 1 പ്രോസസ്സിലാണ്. സോ
നമ്മൾക്ക് 41 പ്രോസസ്സിലുള്ള ഹീറ്റാണ് ഹീറ്റ് റിജക്റ്റഡ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൻ്റെ ഹീറ്റിനുള്ള ഇക്വേഷൻ Q ഈക്വൽ ടു mCV ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ LmCV dt ആണ്. സോ ഇക്വേഷൻ തന്നെ എഴുതാണ് mCV dt. ഇതിൽ മാസാണ് m, CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം, dt നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: mCV T4 മൈനസ് T1. കാരണം ഇവിടെ ഹയർ ടെമ്പറേച്ചർ T4ഉം ലോവർ ടെമ്പറേച്ചർ T1ഉം ആയിരിക്കും. സോ T4 മൈനസ് T1 എന്നുള്ള രീതിയിലാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ ഒരു ഇക്വേഷനാണ് ഹീറ്റ് റിജക്റ്റഡിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഇക്വേഷനാണ് ഹീറ്റ് സപ്ലൈഡിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വരുന്നതാണ് mCp T3 മൈനസ് T2 മൈനസ് mCv T4 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ mCp T3 മൈനസ് T2. ഇനി ഈ ഇക്വേഷനിലുള്ള മാസ് ടേംസ് എല്ലാം തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് വരുന്നതാണ് Cp ഇൻറ്റു T3 മൈനസ് T2 മൈനസ് Cv ഇൻറ്റു T4 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ Cp ഇൻറ്റു T3 മൈനസ് T2. ഇനി ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ വരും: 1 മൈനസ് Cv ബൈ Cp ഇൻറ്റു T4 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. സോ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെയുള്ള CV ബൈ CPക്ക് പകരം 1 ബൈ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം CP ബൈ CV, അതായത് സ്പെസിഫിക് ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോ CP ബൈ CV എന്നുള്ളത് ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ CV ബൈ CP എന്നുള്ളത് 1 ബൈ ഗാമയാണ്. സോ ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം: 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. സോ ഈ ഒരു ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ T4, T3, T2 എന്നിവയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് 3 ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് വൺ കട്ട് ഓഫ് റേഷ്യോ. കട്ട് ഓഫ് റേഷ്യോനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ എന്നുള്ള രീതിയിലാണ്. അതെന്ന് പറഞ്ഞാൽ V3 ബൈ V2. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. അതായത് ഹീറ്റിങ്ങിൻ്റെ സമയത്തെ ഹയർ വോളിയവും ലോവർ വോളിയവും തമ്മിലുള്ള റേഷ്യോനെയാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയാം. നമുക്കറിയാം ഈ ഒരു ഡീസൽ സൈക്കിളിൽ ഹീറ്റിംഗ് നടക്കുന്നത് 2-3 പ്രോസസ്സിലാണ്. അവിടുത്തെ ഹയർ വോളിയം V3 ആണ്, അതേപോലെ ലോവർ വോളിയം V2 ആണ്. സോ ഈ 2-3 പ്രോസസ്സിലെ അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്രോസസ്സിലെ ഹയർ വോളിയവും ലോവർ വോളിയവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുക. അതിനെ റോ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ കട്ട് ഓഫ് റേഷ്യോ റോ ഈക്വൽ ടു V3 ബൈ V2. നെക്സ്റ്റ് വൺ എക്സ്പാൻഷൻ റേഷ്യോ. നമുക്കറിയാം എക്സ്പാൻഷൻ നടക്കുന്നത് 4-3 പ്രോസസ്സിലാണ്. അവിടെയുള്ള ഹയർ വോളിയവും ലോവർ വോളിയവും തമ്മിലുള്ള റേഷ്യോയാണ് എക്സ്പാൻഷൻ റേഷ്യോ. എക്സ്പാൻഷൻ റേഷ്യോനെ R1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്കറിയാം 4-3 പ്രോസസ്സാണ് എക്സ്പാൻഷൻ. അവിടെയുള്ള ഹയർ വോളിയം V4 ആണ്, ലോവർ വോളിയം V3 ആണ്. സോ V4 ബൈ V3 ആണ് എക്സ്പാൻഷൻ റേഷ്യോ. അതിനെ R1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ കംപ്രഷൻ റേഷ്യോ. നമുക്കറിയാം കംപ്രഷൻ നടക്കുന്നത് 1-2 പ്രോസസ്സിലാണ്. അവിടെയുള്ള ഹയർ വോളിയം എന്ന് പറഞ്ഞാൽ V1 ആണ്, അതേസമയം ലോവർ വോളിയം V2 ആണ്. കാരണം കംപ്രഷൻ സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. സോ V1 എന്നുള്ളത് ഹയറും V2 എന്നുള്ളത് ലോവർ വോളിയംസ് ആണ്. സോ കംപ്രഷൻ റേഷ്യോ വരുന്നത് V1 ബൈ V2. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക R എന്നുള്ള രീതിയിലാണ്. സോ ഈ 3 ടേംസ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക: കട്ട് ഓഫ് റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോ, കംപ്രഷൻ റേഷ്യോ. നെക്സ്റ്റ് വൺ ഫോർ ദി അഡയബാറ്റിക് പ്രോസസ് 1-2. ഇവിടെ നമ്മൾക്ക് 1-2 പ്രോസസ്സ്, അതായത് ഐസെൻട്രോപിക് കംപ്രഷൻ സമയത്തെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മേക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ഹയർ ടെമ്പറേച്ചർ, അതായത് ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ സമയത്തെ ഹയർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ലോവർ ടെമ്പറേച്ചർ ഈക്വൽ ടു ഈ ഒരു പ്രോസസ്സ്, അതായത് 1-2 പ്രോസസ്സിലെ ഹയർ വോളിയം ഡിവൈഡഡ് ബൈ ലോവർ വോളിയം ഓൾ റേസ് ടു ഗാമ മൈനസ് 1. നമുക്കറിയാം ഐസെൻട്രോപിക് പ്രോസസ് 1-2 ആണ്. സോ അവിടുത്തെ ഹയർ ടെമ്പറേച്ചർ T2 ആയിരിക്കും, ലോവർ ടെമ്പറേച്ചർ T1 ആയിരിക്കും. സോ T2 ബൈ T1 ഈക്വൽ ടു 1-2 പ്രോസസ്സിലെ ഹയർ വോളിയം V1 ആണ്, ലോവർ വോളിയം V2 ആണ്. സോ V2 ബൈ V1 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. സോ ഈ രീതിയിൽ നമ്മൾക്ക് 1-2 പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് സാധിക്കും. ഇതിനുശേഷം നമുക്കറിയാം V1 ബൈ V2 കംപ്രഷൻ റേഷ്യോ ആണ്. സോ നമുക്ക് ഈ രീതിയിൽ എഴുതാം: R റേസ് ടു ഗാമ മൈനസ് 1. R എന്നുള്ള രീതിയിലാണ് കംപ്രഷൻ റേഷ്യോനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് T2വിനുള്ള എക്സ്പ്രഷൻ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും: T2 ഈക്വൽ ടു T1 ഇൻറ്റു R റേസ് ടു ഗാമ മൈനസ് 1. സോ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് 2-3.
നമുക്കറിയാം 2 to 3 ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിനെ ഡീൽ ചെയ്യുന്ന ലോ ആണ് ചാൾസ് ലോ. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും V/T ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ ഇനിഷ്യൽ വോളിയം V2 ആണ്, ടെമ്പറേച്ചർ T2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? V3 ഡിവൈഡഡ് ബൈ T3 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ് നെക്സ്റ്റ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് T3/T2 ഈക്വൽ ടു V3/V2. അതായത് ഇതിനു മുന്നേ ഞാൻ എഴുതി കാണിച്ച ഇക്വേഷനിൽ ടെമ്പറേച്ചർ എല്ലാം ഒരു സൈഡിലും വോളിയംസ് എല്ലാം മറ്റൊരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോയപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷനാണ് T3/T2 ഈക്വൽ ടു V3/V2. ഇനി V3/V2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് റേഷ്യോ ആണ്. സോ നമുക്ക് എഴുതാം T3/T2 ഈക്വൽ ടു V3/V2 ദാറ്റ് ഈസ് ഈക്വൽ ടു റോ. ഇതിൽ നിന്ന് നമുക്ക് T3ക്കുള്ള ഇക്വേഷൻ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. T3 ഈക്വൽ ടു T2 ഇൻറ്റു റോ. ഇനി ഇതിൽ T2ന് പകരം നമ്മൾ ഓൾറെഡി 6th ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞതാണ് T2 ഈക്വൽ ടു T1 ഇൻറ്റു R റേസ് ടു ഗാമ മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ ഇവിടെയുള്ള T2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ T3 ഈക്വൽ ടു നമുക്ക് വരുന്നതാണ് T1 ഇൻറ്റു R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ. സോ ഈ ഒരു ഇക്വേഷനാണ് T3ക്ക് പകരം നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ് ഫോർ ദി അഡയബാറ്റിക് പ്രോസസ് 3 to 4. നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ലോവർ ടെമ്പറേച്ചർ ഈക്വൽ ടു ഹയർ വോളിയം ഡിവൈഡഡ് ബൈ ലോവർ വോളിയം ഓൾ റേസ് ടു ഗാമ മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ 3 to 4 നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വരുന്നതാണ് T3/T4 ഈക്വൽ ടു V4/V3 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. ഇതിൽ V4/V3 എന്നുള്ളത് എക്സ്പാൻഷൻ റേഷ്യോ ആണ്. സോ R1 റേസ് ടു ഗാമ മൈനസ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെയുള്ള R1നെ നമ്മൾ R/ρ എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. നമുക്കറിയാം R1 ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് V4/V3 ആണ്. ഞാൻ ഇക്വേഷൻ എഴുതാം V4/V3. ഈ ഒരു ഇക്വേഷനെ ഒരു V2 വെച്ച് നമ്മൾ ഇൻഡ്യൂ ചെയ്യുക, അതേപോലെ ഡിവൈഡ് ചെയ്യുക. ഒരു V2 വെച്ച് നമ്മൾ ഇൻഡ്യൂ ചെയ്തു, അതേപോലെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. അതായത് V4 ഡിവൈഡഡ് ബൈ V2. അതായത് ഈ കാണുന്ന V2 നമ്മൾ ഈ V4ന് താഴേക്ക് എഴുതി, അതേപോലെ ഈ V2 നമ്മൾ അവിടെ തന്നെ എഴുതി, ഈ V3 ഈ ഭാഗത്തേക്ക് മാറ്റി എഴുതി. സോ V4/V2 ഇൻറ്റു V2/V3 എന്നുള്ള രീതിയിൽ വരും. ഇനി ഇതിൽ V4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 തന്നെയാണ്, കാരണം V4ഉം V1ഉം ഈക്വൽ ആണ്. സോ V1/V2 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു V4/V2നെ എഴുതാനായിട്ട് സാധിക്കും. സോ V1/V2. ഇനി V2/V3. ഇനി നമുക്കറിയാം V1/V2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ 6 ആണ്. സോ V1/V2നെ ഞാൻ 6 എന്ന് എഴുതി. ഇനി V3/V2 ആണ് കട്ട് ഓഫ് റേഷ്യോ റോ. ഇവിടെ കിടക്കുന്നത് V2/V3 ആണ്. സോ ഇതിനെ നമുക്ക് 1/ρ എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം R1 ഈക്വൽ ടു R/ρ എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. സോ ഇവിടെയുള്ള R1ന് പകരം നമ്മൾ R/ρ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വരുന്നതാണ് R റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ റോ റേസ് ടു ഗാമ മൈനസ് 1. സോ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതിനുശേഷം നമുക്ക് T4 ഒരു സൈഡിൽ നിർത്തി T3 റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് വരുന്നതാണ് T4 ഈക്വൽ ടു T3 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1. ഇനി ഇവിടെയുള്ള T3ക്ക് പകരം T1 ഇൻറ്റു R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ എന്നുള്ള ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് വരുന്നതാണ് T1 ഇൻറ്റു R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1. ഇനി ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വരുന്നതാണ് T1 ഇൻറ്റു റോ റേസ് ടു ഗാമ. കാരണം ഇവിടെയുള്ള R റേസ് ടു ഗാമ മൈനസ് 1ഉം ഇവിടെയുള്ള R റേസ് ടു ഗാമ മൈനസ് 1ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതിനുശേഷം ഈ റോയുടെയും ഈ റോ റേസ് ടു ഗാമ മൈനസ് 1ൻ്റെയും പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് റോ റേസ് ടു ഗാമയും വരും. കാരണം ഈ ഒരു റോയുടെ പവർ 1 ആണ്, അതേപോലെ ഈ ഒരു റോയുടെ പവർ എന്ന് പറഞ്ഞാൽ ഗാമ മൈനസ് 1 ആണ്. സോ 1 പ്ലസ് ഗാമ മൈനസ് 1 ചെയ്യുക. സോ ഈ ഒരു 1 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഗാമ മാത്രമാണ് വരുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് റോ റേസ് ടു ഗാമ എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മേക്ക് ചെയ്ത 6, 7, 8 ഇക്വേഷൻസ് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 6, 7 and 8 in equation 2 we will get diesel cycle efficiency eta diesel equal to 1 minus 1 by gamma into T4 minus T1 divided by T3 minus T2. ഈ ഒരു ഇക്വേഷനിൽ T4, T3, T2 ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത ഓരോ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നതാണ് 1 minus
1 by gamma into T1 into rho raised to gamma minus T1 divided by T1 into R raised to gamma minus 1 into rho minus T1 into R raised to gamma minus 1. ഇനി ഈ ഒരു ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇവിടെയുള്ള T1 ടേംസ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതിനുശേഷം ഇതിലുള്ള ഡിനോമിനേറ്ററിൽ R raised to gamma minus 1 ഇവിടെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വരുന്നതാണ് 1 by R raised to gamma minus 1. അതായത് ഈ ഒരു ടേമും ഈ ഒരു ടേമിലുള്ള R raised to gamma minus 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 1 by R raised to gamma minus 1 into 1 by gamma ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ബാക്കിയുള്ള ടേംസ് ആണ് റോ raised to gamma minus 1 ഡിവൈഡഡ് ബൈ ഈ റോ ഇവിടെ കാണാം റോ മൈനസ് 1. സോ ഈ ഒരു ഇക്വേഷൻ ആണ് ഡീസൽ സൈക്കിൾ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ.